الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد صدق الله النبي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളിലുടനീളം വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ നമ്മുടെ ഐഹിക ജീവിതത്തിൽ നമുക്ക് വെളിച്ചമാണ്, പാരത്രിക ജീവിതത്തിൽ നമ്മുടെ വിജയമാണ്. തഖ്വ കൊണ്ട് മാത്രമേ മനുഷ്യൻ ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൊണ്ട് ഇരുലോകത്തും വിജയികളാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനുമായുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പരിശോധിക്കാനും തിരുത്തലുകൾ ആവശ്യമുള്ളിടത്ത് തിരുത്തലുകൾ വരുത്തിയും ജീവിതത്തിൽ വരുത്തേണ്ടത് വരുത്തിയും ഖുർആനിന്റെ ഔദ്യോഗിക വക്താക്കളായി സമൂഹത്തിൽ പരിശുദ്ധ ഖുർആനെ റെപ്രസെന്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളവരായി നമ്മൾ മാറണം എന്നതാണ് സൂചിപ്പിച്ചു വരുന്നത്. 20-ാം നൂറ്റാണ്ടിലെ അനുഗ്രഹീതനും അതിപ്രഗത്ഭനുമായ ഒരു പണ്ഡിതൻ, ഒരു ഇസ്ലാമിക നവോത്ഥാന നായകൻ, സാധാരണക്കാരായ തൻ്റെ അഭിസംബോധിതരെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു ഖുതുബ പ്രഭാഷണത്തിൽ വിശുദ്ധ ഖുർആനെ മുസ്ലിം സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് സമുദായം ഖുർആനും തമ്മിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അത് ഇങ്ങനെയായിരുന്നു: ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അവർക്ക് ലഭിച്ച ഒരു ഗ്രന്ഥം യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാതെ
തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്ന കാരണത്താൽ ഇന്ന് ലോകത്ത് വല്ല ജനതയും അനുഗ്രഹീതരായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം മാത്രമാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലഭിച്ച ഒരു ഗ്രന്ഥം ഒരു മാറ്റത്തിരുത്തലുകളും കൂടാതെ തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി നിൽക്കുന്നു എന്ന കാരണത്താൽ ലോകത്ത് ഇന്ന് ഏതെങ്കിലും ഒരു ജനവിഭാഗം അനുഗ്രഹീതരായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം മാത്രമാണ്. അതിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു വാചകം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതാണ് നമ്മുടെ വിഷയം. അതേസമയം ഇന്ന് ലോകത്ത് വല്ല ജനതയും അള്ളാഹുവിങ്കിൽ നിന്നും ഒരു ഗ്രന്ഥം അവരുടെ കൈകളിൽ ഒരു മാറ്റത്തിരുത്തലുകളും കൂടാതെ ഉണ്ടായിരുന്നിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവർ, ലോകത്ത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമേറ്റ് ഇത്രയും നിന്ദ്യതയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ജനവിഭാഗം ലോകത്തുണ്ടെങ്കിൽ അതും മുസ്ലിം സമുദായം മാത്രമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം സംഭവിച്ചു? പടച്ചവനാൽ മാർഗദർശനം നൽകപ്പെട്ട ഒരു ജനത, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഗ്രന്ഥം തങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്ന കാരണത്താൽ അനുഗ്രഹീതമായ ഒരു ജനത എന്ന് പറഞ്ഞാൽ പടച്ചവൻ നേർക്ക് നേരെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം, അത് ഉണ്ടായിരിക്കെ തന്നെ ലോകത്ത് ഇത്രയും നിന്ദിതരും ഇത്രയും പീഡിതരുമായി കഴിയേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ സമുദായവും അള്ളാഹുവിന്റെ ഗ്രന്ഥവും തമ്മിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും മുസ്ലിം ജനതയുടെ ജീവിതവും തമ്മിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യമാണ് നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യത്തിന്റെ കാരണമായി അദ്ദേഹം വിലയിരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ ഒരു മഹാനദിയെ തന്നെ ഈ സമുദായത്തിന് നൽകിയിട്ട് അതിൽ നിന്നും കേവലം ഏതാനും ചില തുള്ളികൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയാണ് മുസ്ലിം സമുദായം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനുഗ്രഹത്തിന്റെ ഒരു മഹാനദിയെ തന്നെ ഈ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിട്ട് അതിൽ നിന്നും ഏതാനും ചില തുള്ളികൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നതാണ് സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് അദ്ദേഹം നിരൂപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ ജീവിതവും ഖുർആനും തമ്മിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളാണ് ഈ സമുദായത്തിന്റെ അധപ്പതനത്തിന് കാരണം എന്നതാണ്. ഖുർആനിനോട് ഈ സമുദായം കാണിച്ച നെറികേടിന്റെ ഫലമാണ് ഈ സമുദായം അനുഭവിക്കുന്നത് എന്നതാണ് ആ വിലയിരുത്തൽ. അദ്ദേഹം തന്നെ ഖുർആനിനെ ഒരു സമുദ്രത്തോട് ഉപമിക്കുന്നുണ്ട്. ഒരു സമുദ്രത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സമുദ്രത്തെ നമുക്കറിയാം, ഒരു സമുദ്രം, ഒരു കടൽ, അതിനെ എങ്ങനെ വേണമെങ്കിലും മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താം, ഏത് രീതിയിൽ വേണമെങ്കിലും അതിന് ഉപയോഗപ്പെടുത്താം. പുറമേ നിന്ന് ഒരാൾക്ക് ആ സമുദ്രം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താം, അത്രയും മതി എന്ന് ചിന്തിക്കുന്നവർക്ക്. ഇനി മത്സ്യബന്ധനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സമുദ്രത്തെ തങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി മത്സ്യബന്ധനം നടത്തുവാനും ഉപയോഗപ്പെടുത്താം. ഇനിയും ആ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഊടിയിട്ടിറങ്ങി അതിനടിയിൽ നിന്നും മുത്തും പവിഴവും തപ്പിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ആ സമുദ്രത്തെ ഉപയോഗപ്പെടുത്താം. അദ്ദേഹം പറയുന്നത് ഇതുപോലെയാണ് പരിശുദ്ധ ഖുർആനിനെ വായിച്ചാസ്വദിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം. കേവലം ഓത്തിന് മാത്രം പ്രയോജനപ്പെടുന്നവർക്ക് അതിൽ മാത്രം ഖുർആനിലെ പ്രയോജനം പരിമിതപ്പെടുത്താം. അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കുന്നവർക്ക് അങ്ങനെയും, അതിന്റെ വ്യാഖ്യാനം പഠിക്കുന്നവർക്ക് ആ അർത്ഥത്തിലും ഖുർആനിന്റെ പ്രയോജനം ലഭ്യമാകും. അതിനും അപ്പുറത്ത് ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പുതിയ ചിന്തകളും തത്വങ്ങളും സിദ്ധാന്തങ്ങളുമാകുന്ന മുത്തുകളും പവിഴങ്ങളും ഒക്കെ ചിപ്പികളും ഒക്കെ പെറുക്കിയെടുക്കുവാനും ഈ ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്താം. സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെയാണ് ഖുർആനെ സമീപിക്കുന്നത് എന്നതാണ്. ഖുർആനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതാണ്. ഞാൻ പറഞ്ഞു, ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും എങ്ങനെയാണോ ഖുർആനിനെ ഉപയോഗപ്പെടുത്തിയത്, ആ രീതിയിൽ ഖുർആനിനെ ഉപയോഗപ്പെടുത്താൻ സമുദായം സന്നദ്ധമാവുകയാണെങ്കിൽ ഖുർആൻ ചരിത്രത്തിൽ സാധിച്ച വിപ്ലവങ്ങൾ ഏത് കാലഘട്ടത്തിലും ആവർത്തിക്കാൻ മാത്രം അതുല്യമായ ശേഷിയുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ്. സംഭവ ലോകത്തെ യാഥാർത്ഥ്യങ്ങൾ അതാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. കഠിനമായ ഇസ്ലാം വിരോധികളുടെ ഹൃദയങ്ങളെപ്പോലും ആകർഷിക്കുവാനുള്ള ഖുർആനിന്റെ ശേഷിയെക്കുറിച്ച് നമ്മൾക്കിനിയും ഒരു സംശയവും വേണ്ടതില്ല. പുതിയ കാലത്ത് പോലും അത് പലരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ ഏറ്റവും തലതൊട്ടപ്പനായ ഇസ്ലാം വിരുദ്ധ പ്രചാരണത്തിന്റെ
അതിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആർതർ വാഗ്നർ എന്ന് പറയുന്ന തീവ്ര വലത് കക്ഷിയുടെ നേതാവ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് മാറ്റിപ്പുറത്താക്കണമെന്ന് പറഞ്ഞയാളായിരുന്നു. അദ്ദേഹം വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ചു. അത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്കാണ് എത്തിക്കുന്നത്. ഖുർആൻ അദ്ദേഹത്തെ ഹൃദയത്തെ കീഴടക്കി. പ്രിയമുള്ളവർക്ക് ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല നമ്മൾ ദിവസേന വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലസ്തീൻ പ്രശ്നം തുടങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ പാശ്ചാത്യ ലോകത്ത് ഖുർആനിലേക്ക് ആകർഷിക്കുക. എന്താണ് ഈ ജനതയുടെ അതിജീവനത്തിന്റെ രഹസ്യം? ഈ ജനത എങ്ങനെയാണ് ഇത്രയും വലിയ ഈ സാഹസികമായി അത്ഭുതകരമായി അതിജീവനത്തിന് ഈ ജനതയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇവരെ ശക്തരാക്കുന്ന ഒരു തത്വശാസ്ത്രം എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷിച്ച് ഖുർആനിലേക്ക് ചിന്ത വരുന്നു. ആ പഠനം അവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അവിടുത്തെ സഹാബത്തിന്റെ ജീവിതത്തെയും സമൂലമായി പരിവർത്തിച്ചത് 40 വയസ്സ് വരെയുള്ള നുബുവത്ത് ലഭിക്കുന്നത് വരെയുള്ള പ്രവാചകന്റെ ജീവിതവും ഈ തുടർന്ന് ശേഷമുള്ള 23 വർഷക്കാലത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ വ്യത്യാസമായിരുന്നു. ഇതുപോലെ തന്നെ ചരിത്രത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എത്യോപ്യൻ രാജാവിന്റെ അടുത്തേക്ക്, നജാഷിയുടെ അടുത്തേക്ക് അഭയം തേടിച്ച ജഅഫർ ഇബ്നു അബീ താലിബ് അദ്ദേഹത്തിന്റെ മുമ്പിൽ സൂറത്ത് മറിയം ഓതി കേൾപ്പിച്ചപ്പോൾ ആ സദസ്സിലുണ്ടായ പരിവർത്തനം, ആ സദസ്സ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ഇതുപോലെ ഖുർആൻ സാധിച്ച പരിവർത്തനത്തിന്റെ യഥേഷ്ടം ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മനുഷ്യ സമൂഹം എന്നും ഉച്ചനീചത്വങ്ങളുടെ മുഖങ്ങളിൽ കിടന്ന് എരിപൊരി കൊള്ളുന്ന അതിന്റെ വേദനകളും യാതനകളും അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ഇന്നും അത് നിലനിൽക്കുകയാണ്. അമേരിക്കയിൽ പോലും നിലനിൽക്കുന്നു വർണ്ണവിവേചനത്തിന്റെ പേരിൽ. പ്രിയമുള്ളവരെ, മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങളെ, അന്തരങ്ങളെ, കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള അന്തരങ്ങൾ, ഞാൻ പറഞ്ഞാൽ ഇന്നും വർണ്ണവിവേചനത്തിന്റെ ഇരകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട അനേക കോടി മനുഷ്യർ നമ്മൾ ജീവിക്കുന്ന ലോകത്തുണ്ട്. ഉന്നത കുലജാതരെന്ന വിഭാഗങ്ങളും ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്രകുത്തിയ അടിമകളും അബലകളുമായ വിഭാഗങ്ങളും. വർണ്ണവിവേചനത്തിന്റെ ജടിലമായ സമൂഹത്തിൽ, അറേബ്യൻ ജാഹിലിയ്യ സമൂഹത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഖുർആൻ ആ സമൂഹത്തോട് പ്രഖ്യാപിച്ചത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇത് കേവലം ഒരു ആശയപരമായ ഒരു നിലപാട് മാത്രമായിരുന്നില്ല. അതിന്റെ പ്രായോഗികമായ ചരിത്രം നമ്മൾ കാണുകയാണ്. റോമക്കാരനായ സുഹൈബിനെയും പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിയെയും എത്യോപ്യൻ അടിമയായ ബിലാൽ ഇബ്നു റബാഹിയെയും ഖുറൈശി പ്രമുഖനായ അബൂബക്കറിനെയും ഒക്കെ ഒരൊറ്റ ചരടിൽ ഒരു മാലയിലെ മണികളെ പോലെ കോർത്തിണക്കിയത്, സാഹോദര്യത്തിന്റെ ഉജ്ജ്വലമായ മാതൃകയായി അവരെ ഉയർത്തിയത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പേർഷ്യയിൽ നിന്നും മക്കയിലെത്തിയ സൽമാനെ കുറിച്ച് ഏതോ ഒരു സൽമാൻ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുന്നത്, മറിച്ച് സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്, സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്, സൽമാൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാലോ. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് പ്രിയമുള്ളവരെ അന്തസ് നൽകിയത് എവിടെയാണ്? ആ ബിലാലിന് അന്തസ് നൽകിയത് വിശുദ്ധ ഖുർആനാണ്. എത്രത്തോളമായിരുന്നു പരിശുദ്ധ ഖുർആനും പ്രവാചകനും ബിലാലിന് അന്തസ് നൽകിയതെന്ന് ചോദിച്ചാൽ, ദീനുൽ ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്തുവാൻ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ മക്ക ജയിച്ചടക്കിയപ്പോൾ ആ മക്ക വിജയ നാളിൽ പരിശുദ്ധ കഅബയുടെ മുകളിൽ കയറിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് തക്ബീർ മുഴക്കുവാൻ, ബാങ്ക് കൊടുക്കുവാൻ റസൂലുള്ളാഹി ഇങ്ങനെ ചുറ്റുപാടും നോക്കുകയാണ്. പല പ്രമുഖരായ സഹാബികളും തങ്ങളെയായിരിക്കും പ്രവാചകൻ വിളിക്കുക, തങ്ങളെയായിരിക്കും റസൂലുള്ളാഹി ക്ഷണിക്കുക എന്ന് കാത്തുകൊണ്ട് കാത് കൂർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിക്കുന്നത് ഐന ബിലാൽ, ഐന ബിലാൽ എന്നാണ്. എവിടെയാണ് ബിലാൽ? എവിടെ ബിലാൽ? ഏത് ബിലാലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? എത്യോപ്യയിൽ നിന്നും കൊണ്ടുവന്ന കറുകറുത്ത കാപ്പിരി അടിമയായിരുന്ന ഉമയ്യത്തിന്റെ കാലികൾക്കൊപ്പം കാലിത്തൊഴുത്തിൽ കഴിഞ്ഞിരുന്ന ബിലാലിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ മക്ക വിജയവേളയിൽ ആ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി അന്വേഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, യാ ഇബ്നു സൗദാ, കറുത്തവളുടെ മകനെ എന്ന് അതേ ബിലാലിനെ അബൂദർ ഗിഫാരി ഒരിക്കൽ വിളിക്കുകയുണ്ടായി. കറുത്തവളുടെ മകനെ, കറുത്തവളുടെ പുത്ര എന്ന്. അങ്ങനെ വിളിച്ചപ്പോൾ ബിലാലിന് അത് വല്ലാത്ത പ്രയാസമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ബിലാൽ ആ വിഷയം പരാതിയായി ഉന്നയിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് പ്രവാചകന്റെ മുഖം വിവർണമായി. പ്രവാചകൻ അബൂദറിനെ വിളിച്ചു വരുത്തി, അബൂദർ ഗിഫാരിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, ലൈസ ലി ഇബ്നു ബൈദാ അലാ ഇബ്നു സൗദാ ഫദൽ, ഒരു ശ്രേഷ്ഠതയുമില്ല അബൂദറെ, ഒരു ശ്രേഷ്ഠതയുമില്ല. കറുത്തവന് വെളുത്തവനേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും
ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാ അബാദർ ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ, അബൂദറെ നിന്റെ മനസ്സിൽ ഇപ്പോഴും ജാഹിലിയത്ത് നിലനിൽക്കുകയാണല്ലോ, നീ ഇപ്പോഴും ജാഹിലിയത്ത് നിലനിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ, തന്നിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശങ്ങൾ നിലനിൽക്കുന്നുവല്ലോ അബൂദർ എന്ന് ചോദിക്കുമ്പോ അബൂദർ ഗിഫാരിക്ക് വല്ലാത്ത മനപ്രയാസം സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത ഖേദം തോന്നുകയാണ്. അങ്ങനെ ആ ഖേദം എവിടെ എത്തിയെന്നറിയുമോ? നേരത്തെ താൻ ഇബ്നു സൗദ എന്ന് വിളിച്ച ബിലാലിന്റെ കറുത്ത കാലിനടിയിൽ തന്റെ വെളുത്ത കവളി വെച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ് അബൂദർ ഗിഫാരി, ബിലാൽ, താങ്കളുടെ കാലുകൊണ്ട് എന്റെ കവിളിൽ ആഞ്ഞു ചവിട്ടിയിട്ടില്ലാതെ ഞാൻ എന്റെ മുഖം മണ്ണിൽ നിന്നും ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ ആദ്യാവതത്തിന് ജീവിതം കൊണ്ട് ജീവൻ നൽകുന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. വലാ യജ്രിമന്നക്കും ശരആനു ഖൗമിൻ അലാ അല്ലാ തഖദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. വിശുദ്ധ ഖുർആൻ നീതിയുടെ കാര്യത്തിൽ, നീതിപാലനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിന്റെ ഫലം ചരിത്രത്തിലെമ്പാടും നമ്മൾ കാണുകയാണ്. നീതിപാലനത്തിന്റെ കാര്യത്തിൽ അവർ അടുത്തവരായാലും അകന്നവരായാലും സ്വന്തം ബന്ധുമിത്രാദികളായാലും നീതി പാലിക്കുന്നിടത്ത് ഒരു വിവേചനവും പാടില്ല. അതുപോലെ തന്നെ ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള വിയോജിപ്പ്, ഒരു ജനതയോടുള്ള ആദർശപരമായ ശത്രുത പോലും അവരോട് നീതി കാണിക്കുന്നതിൽ നിങ്ങളെ തടയരുത് എന്ന ഖുർആനിന്റെ അധ്യാപനം, അതിന്റെയൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഖുർആനിന്റെ ഈ ഒരു കാഴ്ചപ്പാട് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ഭരണാധികാരിയായ ഖലീഫ, ഇസ്ലാമിക ചരിത്രത്തിലെ ഭരണാധികാരി സാധാരണ ജനങ്ങളെ പോലെ കോടതിയിൽ കയറി നിൽക്കേണ്ടി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4ാമത്തെ ഉത്തരാധികാരി അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി മോഷ്ടിച്ച ജൂതൻ മറുവശത്ത് നിൽക്കുമ്പോ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഖലീഫയാണ്. ആ കോടതിയിലെ ജഡ്ജിയെ നിയമിക്കാനും മാറ്റാനും അധികാരമുള്ള ഖലീഫയാണ്. ആ പ്രതിയുടെ മറുഭാഗത്ത് നിൽക്കുന്നത്, വാദിയായി നിൽക്കുന്നത്. അങ്ങനെ ജഡ്ജി രണ്ടു കൂട്ടരുടെയും വാദം കേൾക്കുകയാണ്. അലി റളിയല്ലാഹുവിന്റെ വാദം തന്റെ പടയങ്കി ജൂതൻ മോഷ്ടിച്ചു എന്നാണ്. ജൂതനാ വാദം നിഷേധിക്കുകയാണ്. അങ്ങനെ ജഡ്ജി ഇരുവരെയും നിർത്തിക്കൊണ്ട് വാദം കേട്ടതിന് ശേഷം കേസ് വിധി വരുന്നത് ഖലീഫക്കെതിരായിട്ടാണ്. ഏത് ഖലീഫ? ഈ ജഡ്ജിയെ നിയമിക്കാനും മാറ്റാനും ഒക്കെ അധികാരമുള്ള അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ. അങ്ങനെ വാദിയായ ഖലീഫക്ക് തന്റെ പടയങ്കി ജൂതനാണ് മോഷ്ടിച്ചത് എന്നതിന് വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിക്കനുകൂലമായി, ജൂതനനുകൂലമായി ഈ ഖലീഫ നിശ്ചയിച്ച ജഡ്ജി ജൂതൻ അനുകൂലമായും ഖലീഫക്ക് എതിരായും വിധി പറയുകയാണ്. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഖദിലു ഇഅ്ദിലു, ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് കാരണമാകരുത് എന്ന ആ നിലപാട്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, അല്ലാഹുവിന് സാക്ഷികളാകണം. മറുഭാഗത്ത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം, നീതിക്ക് നിങ്ങൾ സാക്ഷികളാകണം എന്ന് രണ്ട് രീതിയിലും ഖുർആൻ പറയുകയാണ്. അപ്പോ ജഡ്ജി തന്നെ നിയമിച്ച ഖലീഫക്കെതിരെ വിധി പറഞ്ഞത് കേട്ടുകൊണ്ട്, ഇസ്ലാമിന്റെ നീതിബോധം കണ്ടുകൊണ്ട് ആ ജൂതനായ പ്രതിക്കറിയാം താൻ തന്നെയാണ് പടയങ്കി മോഷ്ടിച്ചതെന്ന്. പക്ഷെ അദ്ദേഹം അത് നിരാകരിക്കുകയാണ്. അദ്ദേഹം കോടതിയിൽ തനിക്കെതിരെ ഖലീഫക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നപ്പോ അങ്ങനെ ജഡ്ജി തനിക്ക് അനുകൂലമായി ഖലീഫക്കെതിരായി വിധി പ്രഖ്യാപിച്ചോ ഇസ്ലാമിന്റെ നീതിബോധം കണ്ടുകൊണ്ട് ആ ജൂതനായ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ കുറ്റം ഏറ്റുപറയുകയാണ്. താൻ തന്നെയാണ് പടയങ്കി മോഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറയുകയാണ്. എന്നാൽ അതേസമയം ഇസ്ലാമിന്റെ ഈ നീതിബോധത്തിന് മുന്നിൽ ഞാൻ എന്റെ പരാജയം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പടയങ്കി അലി റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പടയങ്കി ഇദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചതിനുള്ള സന്തോഷത്തിന് സമ്മാനമായിക്കൊണ്ട്, ഒരു ഉപഹാരമായിക്കൊണ്ട് ആ കോടതി മുറിയിൽ വെച്ച് ആ പടയങ്കി, തന്റെ വിലപ്പെട്ട പടയങ്കി, ഏതൊരു പടയങ്കി ജൂതനിൽ നിന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയാണോ കോടതിയെ സമീപിച്ചത്, അതേ പടയങ്കി അവിടെ വെച്ചുകൊണ്ട് ഈ ജൂതന് തന്നെ സമ്മാനിക്കുന്നതാണ് അതിന്റെ തുടർന്ന് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഒരു ജനതയിൽ സാധിക്കുന്നത് 114 അധ്യായങ്ങളിലെ 6234 ആയത്തുകൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ ഇനിയും നമ്മൾ കാണുന്നുണ്ട്. ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ്, മുശ്രിക്കുകൾ മീറ്റിംഗ് കൂടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുർആനിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്ത് അതിലേക്ക് ആളുകൾ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവർ യോഗം കൂടിക്കൊണ്ട് തീരുമാനിക്കുകയാണ്, എന്താണ് ഇതിനൊരു വഴി, പ്രവാചകനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം, ഇതിങ്ങനെ തുടർന്നു പോയാൽ മക്ക അധികം വൈകാതെ ഇസ്ലാമിന് കീഴ്പ്പെടും. ഇങ്ങനെ ഈ ഉത്ബത്ത് ബിൻ റബീഅ തന്റെ കൂട്ടുകാരോട് പറയുകയാണ്, ഞാനൊന്ന് മുഹമ്മദിനോട് പോയി സംസാരിച്ചു നോക്കട്ടെ,
എന്തെങ്കിലും ഒരു ധാരണയിലെത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ മുശ്രിക്കുകൾ അദ്ദേഹത്തിന് സമ്മതിച്ചു. അബുൽ വലീദ്, താങ്കൾക്കാവുന്നത് പോലെ താങ്കൾ ശ്രമിച്ചു നോക്കുക. അങ്ങനെ ഉമറും ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശക്തി കൂടി വരുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതിനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതിനൊരു അറുതി വരുത്തണമെന്ന് കരുതിക്കൊണ്ടാണ് ഇവർ യോഗം കൂടുന്നതും ഉത്ബത്ത് ബിൻ റബീഅ തന്റെ ശ്രമവുമായി പ്രവാചകന്റെ അടുത്ത് വരുന്നത്. അങ്ങനെ അദ്ദേഹം പ്രവാചകന്റെ അടുത്ത് വരുന്നു, റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. വമ്പിച്ച ഓഫറുകൾ പ്രവാചകൻ നൽകുകയാണ്. വമ്പിച്ച ഓഫറുകൾ. താങ്കൾക്ക് ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അത് ഞങ്ങൾ ഏർപ്പാട് ചെയ്തു തരാം. മുഹമ്മദ്, താങ്കൾക്ക് ഇവിടെ വലിയ സമ്പന്നനാകണമെങ്കിൽ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് അധികാരമാണോ വേണ്ടത്? നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാക്കിയ പോലെ. ഇങ്ങനെ ഒരുപാട് സംസാരങ്ങൾ നടക്കുകയാണ്. പ്രവാചകൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, ഈ വമ്പിച്ച ഓഫറുകളൊക്കെ തന്റെ മുന്നിൽ വന്നതിന് ശേഷം റസൂലുള്ളാഹി ഉത്ബയോട് ചോദിക്കുന്നത്, താങ്കൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതെ എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നത്, എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടി താങ്കൾ കേൾക്കണം എന്ന് പറയുമ്പോൾ ഉത്ബ സമ്മതിക്കുകയാണ്. പ്രവാചകൻ അധികമൊന്നും പറയുന്നില്ല. റസൂലുള്ളാഹി സൂറത്ത് ഫുസ്സിലത്ത് ഹാമീം അസ്സജദ എന്ന് പേരുള്ള സൂറത്ത് ഫുസ്സിലത്തിലെ അധ്യായം ഓതുകയാണ്. ഹാമീം തൻസീലു മിനർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ ഓതി ഖുർആനെ പരിചയപ്പെടുത്തി റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു. ശേഷം പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങളെത്തി. അതിനുശേഷം ഈ സന്ദേശം അവഗണിച്ച ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് സംഭവിച്ച ദൈവിക ശിക്ഷയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിഷേധികൾക്ക് വരാനിരിക്കുന്ന പര്യവസാനത്തെ കുറിച്ചുള്ള താക്കീത് വരുമ്പോ فإن أغرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. താങ്കളുടെ ഭാഗം താങ്കളെ ധിക്കരിക്കാനാണ്, താങ്കളെ തള്ളിക്കളയാനാണ് അവരുടെ ഭാഗമെങ്കിൽ അവർക്ക് നാം നൽകുന്നത് പെട്ടെന്ന് വന്നു ഭവിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രവാചകരെ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. നേരത്തെ ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളത് ആ ശിക്ഷയെക്കുറിച്ചാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഉത്ബത്ത് ബിൻ റബീഅ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹം പറയുന്നത്, റസൂലിന്റെ മുഖം പൊത്തുകയാണ്, റസൂലിന്റെ വായ പൊത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മതി മുഹമ്മദെ, ദയവ് ചെയ്ത് ഇനി ഇത് ഓതരുത്, ഇനി ഈ ഖുർആൻ ഓതരുത് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് അത് കേട്ടുകൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുകയാണ്. അങ്ങനെ വിവർണമായ മുഖവുമായി പേടിച്ചരണ്ടുകൊണ്ട് തിരിച്ചു വരികയാണ്. പ്രവാചകനോട് സന്ധി ചെയ്യാൻ പോയ, പ്രവാചകനെ ഒന്ന് പറഞ്ഞ് ശരിയാക്കാൻ പോയ ഉത്ബ പേടിച്ചരണ്ട മുഖവുമായി വിവർണമായ മുഖഭാവവുമായി തിരിച്ചു വരുന്നത് കണ്ട് മുശ്രിക്കുകൾ അമ്പരക്കുകയാണ്. ഉത്ബക്ക് ഇത് എന്തു പറ്റി എന്ന് അവർ പരസ്പരം ചോദിക്കുകയാണ്. അങ്ങനെ ഉത്ബ തിരിച്ചു വന്ന് അവരോട് പറയുന്നത്, പ്രിയമുള്ളവരെ, ഞാൻ കേട്ടത് അത്ഭുതമാണ്. നിങ്ങൾ കരുതുന്നത് പോലെ അതൊരു സാധാരണ വർത്തമാനമല്ല. പടച്ചവനാണ്. ഇത് കവിതയല്ല, ഇത് ആഭിചാരമല്ല, ഇത് ജ്യോത്സ്യവുമല്ല. ഖുറൈശികളെ, അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനെ അവന്റെ പാട്ടിനെ വിട്ടേക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നതാണ്. അവൻ അറബികളെ അതിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരം അവനെ അറബികൾ അതിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ. ഇനി അതല്ല, അവൻ അറബികളെ അതിജയിക്കുകയാണെങ്കിൽ അതിന്റെ യശസ് നമുക്ക് കൂടി ലഭിക്കുമല്ലോ എന്ന് ഉത്ബ മുശ്രിക്കോട് പറയുകയാണ്. അഥവാ അവനെ നിങ്ങൾ പാട്ടിന് വിട്ടേക്കുക, കാരണം അവൻ അറബികളെ അതിജയിക്കുകയാണെങ്കിൽ അതിന്റെ യശസ് നമുക്കും കിട്ടും. അവനെ ഇനി അറബികൾ അതിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ അവന്റെ പാട്ടിന് വിടുകയാണ് നല്ലത് എന്ന് മുശ്രിക്കുകളോട് ഈ ഉത്ബത്ത് ബിൻ റബീഅ പറയുകയാണ്. മുശ്രിക്കുകൾ അത് കേട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, താങ്കളും മുഹമ്മദിന്റെ ആഭിചാരത്തിൽ പെട്ടുപോയോ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള, ഏത് ശത്രുവിന്റെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്കും കടന്നു ചെല്ലുവാനുള്ള, അവിടെ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള വിശുദ്ധ ഖുർആനിന്റെ അത്യപാരമായ ശേഷിയെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ ജനഹൃദയങ്ങളെ ഇങ്ങനെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ അവസാനം മുശ്രിക്കുകൾ എന്താ തീരുമാനിക്കുന്നത്? ഖുർആൻ കേൾക്കുന്നതിന് ആളുകളെ തടയുക. ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ആശയപരമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട ശത്രുക്കൾ അവസാനം ചെയ്യുന്നത് ഇത് കേൾക്കുന്നതിൽ ആളുകളെ തടയുക എന്നതാണ്. അങ്ങനെ അവർ പ്രചരിപ്പിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഔ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. അവരുടെ വർത്തമാനങ്ങൾ അതായിരുന്നു, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ അവരുടെ വർത്തമാനം കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്താണ്. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്. അത് ഓതുന്നിടങ്ങളിൽ, അത് പാരായണം ചെയ്യുന്നിടങ്ങളിൽ വൽഔ ഫീഹി, അവിടെ നിങ്ങൾ ബഹളം സൃഷ്ടിക്കുക. അവിടെ നിങ്ങൾ ബഹളം സൃഷ്ടിച്ചുകൊണ്ട് ഖുർആൻ ആളുകൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധം ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നിടത്തൊക്കെ നിങ്ങൾ ബഹളങ്ങൾ സൃഷ്ടിക്കുക. ലഅല്ലകും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കുക. ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ അബൂ സുഫിയാനും അബൂജഹലും അക്നസും ഒക്കെ, ഇവർക്ക് പോലും ഖുർആൻ കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതാണ്
തന്റെ അനുയായികളോട്, തങ്ങളുടെ അനുയായികളോട് ഖുർആൻ കേൾക്കരുത്, അവിടെ ബഹളം സൃഷ്ടിക്കുക, അങ്ങനെ കുഴപ്പമുണ്ടാക്കുക, എങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന അബൂ സുഫിയാനും അബൂജഹലിനും അഖനസിനുമൊന്നും ഖുർആൻ കേൾക്കാതെ ഒരു മനസ്സടങ്ങുന്നില്ല. അങ്ങനെ രാത്രിയിൽ പാത്തും പതുങ്ങിയും ഖുർആൻ കേൾക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പരസ്പരം അവർ കണ്ടുമുട്ടുമ്പോൾ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കാൻ വേണ്ടി പ്രവാചകന്റെ വീടിന്റെ ചുറ്റുവട്ടത്തിൽ ഇവർ പതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പ്രഭാതം പുലരുന്നതിന് മുമ്പ് സ്ഥലം വിടുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ആ ജാള്യത മറക്കാൻ അവര് പ്രയാസപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. നമുക്കറിയാമല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക വിട്ട് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാണ്. ശത്രുക്കളുടെ പ്രയാസപ്പെടുത്തലുകൾ കണ്ട് മക്ക വിട്ട് പോകാൻ തീരുമാനിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുസ്ലിമാകാതിരുന്ന, മുസ്ലിം പോലും അല്ലാതിരുന്ന മുശ്രിക്കുകളിൽപ്പെട്ട ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന മനുഷ്യൻ അഭയം നൽകുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. കാരണം അബൂബക്കറിനെ പോലുള്ള നല്ല മനുഷ്യർ മക്ക വിട്ട് പോകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇബ്നു ദുഗ്ന അബൂബക്കറിന് അഭയം നൽകിയതായി പ്രഖ്യാപിക്കുമ്പോൾ മുശ്രിക്കുകൾ അതിനൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ? ഖുറൈശികൾ വെക്കുന്ന കണ്ടീഷൻ, കഅബയുടെ പരിസരത്ത് വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നാണ് അവർ വെക്കുന്ന കണ്ടീഷൻ. അങ്ങനെ ആ കണ്ടീഷൻ അംഗീകരിച്ചു. ഇബ്നു ദുഗ്നയുടെ ആ ഒരു സ്നേഹപൂർണമായ ആവശ്യത്തിന് വഴങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. സിദ്ദീഖുൽ അക്ബറിന്റെ മധുരോദാരമായ ഈണത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടികളും സ്ത്രീകളും ഒക്കെ അത് കേൾക്കാൻ വേണ്ടി അവരുടെ വീടുകളുടെ ജനൽ തുറന്നുകൊണ്ട് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ആ ഖുർആൻ പാരായണം അവരെ ആകർഷിക്കുകയാണ്. അപ്പോ മുശ്രിക്കുകൾക്ക് അത് അമ്പരപ്പുണ്ടാക്കി. ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് വീടിന് ചുറ്റും കൂടുന്നത് കണ്ടപ്പോ ഇത് മുശ്രിക്കുകളിൽ വലിയ പ്രയാസമുണ്ടാകുകയാണ്. അങ്ങനെ മുശ്രിക്കുകൾ വന്നുകൊണ്ട് ഇബ്നു ദുഗ്നയെ സമീപിച്ച് വീണ്ടും ആവശ്യം ഉന്നയിക്കുകയാണ്. അബൂബക്കർ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നതാണ് അവരുടെ കണ്ടീഷൻ. ഇതറിയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിർത്തിയിട്ട് ഒരഭയവും എനിക്ക് ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ ആരുടെയും അഭയം വേണ്ടതില്ല, എനിക്ക് അള്ളാഹുവിന്റെ അഭയം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ദുഗ്ന നൽകിയ അഭയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേണ്ടെന്ന് വെക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം ഏവർക്കും അറിയാവുന്നതാണ്. കഠിന മനസ്കനായ ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ പോലും ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് മക്കയിൽ പരക്കെ പറയപ്പെട്ടിരുന്ന സാക്ഷാൽ കരിങ്കല്ല് പോലെ കടുത്ത ഹൃദയമുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഈ ഖുർആൻ കടന്നു ചെന്നത് പ്രിയമുള്ളവരെ ഒരു പ്രത്യേകമായി തന്നെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ഈ മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുവാനുള്ള ഈ അത്യപാരമായ ശേഷിയുണ്ടല്ലോ, ഈ ശേഷിക്ക് മുന്നിലാണ് ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളെ നമുക്ക് മുനയൊടിക്കാൻ സാധിക്കേണ്ടത്. ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് എന്ന് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ വലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സത്യനിഷേധികൾക്ക് പ്രവാചകരെ താങ്കൾ അശേഷം വഴങ്ങി പോകരുത്, അശേഷം അവർക്ക് കീഴ്പ്പെട്ടു പോകരുത്, മറിച്ച് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അവരോട് ഈ ഖുർആൻ കൊണ്ട് ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക, വമ്പിച്ച ജിഹാദ് ചെയ്യുക എന്ന് ഖുർആൻ തന്നെ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 13 വർഷക്കാലം നടത്തിയ ജിഹാദ് എന്ന് പറയുന്നത് ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദായിരുന്നു. ഖുർആൻ ജനഹൃദയങ്ങളെ കീഴടക്കുന്ന ആ ജിഹാദിലൂടെയാണ് ഇസ്ലാമിന്റെ കഠിന ശത്രുക്കൾ ഇസ്ലാമിലേക്ക് അന്നും കടന്നു വന്നത്, ഇന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഖുർആൻ സൃഷ്ടിച്ച ഇതുപോലുള്ള അത്ഭുതകരമായ പരിവർത്തനങ്ങളെ വായിച്ചെടുക്കുകയും ഈ പരിവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള അതുല്യ ശേഷിയുമായി അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇന്നും മുസ്ലിം സമുദായത്തിന്റെ കൈകളിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പ്രഗത്ഭനായ ഇസ്ലാമിക നവോത്ഥാന നായകൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ അനുഗ്രഹത്തിന്റെ ഒരു മഹാനദിയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് അതിൽ നിന്നും ഏതാനും തുള്ളികൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട ആ ദയനീയമായ അവസ്ഥയിലാണ് ഉമ്മത്ത് മുസ്ലിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വലിയൊരു വൈരുദ്ധ്യമായി അവശേഷിക്കുകയാണ്. ഈ വൈരുദ്ധ്യം അവസാനിപ്പിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഖുർആനിനെ കേവലം ഓത്തിനും പിന്നെ കൂടി വന്നാൽ ഊത്തിനും മാത്രമായി പരിമിതപ്പെടുത്തുന്നതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അതിന്റെ ഒരു സമുദ്രത്തെ പോലെ വിശേഷിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആശയവും അർത്ഥവും അറിയുവാനുള്ള എന്റെ നാഥൻ എന്നോട് എന്താണ് എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ഇടപെടലുകളിൽ, രാഷ്ട്രീയ നിലപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ ഇതൊക്കെയും ഞാൻ കടന്നു പോകുന്ന, എന്റെ ജീവിതം കടന്നു പോകുന്ന ഉദ്ധിയുദിച്ച നേരം മുതൽ റൂഹ് വിരിയുന്ന നേരം വരെയും എനിക്ക് ഏറ്റവും നന്നായി മാർഗദർശനം നൽകാൻ പ്രാപ്തമായ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ആ രീതിയിൽ സമീപിക്കാൻ, അങ്ങനെ ജീവിതത്തെ ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിക്കുന്ന ഖുർആനുകളായി മാറാൻ
സഞ്ചരിക്കുന്ന ഖുർആനുകളുമായി മാറാൻ, ജീവിതം കൊണ്ട് ഖുർആനിനെ അടയാളപ്പെടുത്താൻ പ്രിയമുള്ളവരെ എന്ന് നമുക്ക് സാധ്യമാകുന്നുവോ അതാണ് ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുവാനുള്ള ഏറ്റവും മനോഹരമായ വഴി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ പഠിച്ചും പകർത്തിയും ജീവിതം കൊണ്ട് അതിന്റെ പ്രതിനിധാനം നിർവഹിച്ചും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് നീതി പുലർത്താൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.